അസ്സലാമു അലൈക്കും. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഇന്ന് ഒരുപാട് പേര് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഭർത്താവിൻ്റെ പീഡനം. ഇന്നത്തെ കാലം ഇണങ്ങിയും പിണങ്ങിയുമാണല്ലോ പല ഭാര്യ ഭർത്താക്കന്മാരും പല വീടുകളിലും കഴിയുന്നത്. തൊടുന്നതിനും പീഡിക്കുന്നതിനും കുറ്റം കണ്ടെത്തും. അങ്ങോട്ട് തിരിഞ്ഞാൽ കുറ്റം, മിണ്ടിയാൽ കുറ്റം, പരസ്പരം സ്വരച്ചേർച്ചയില്ലായ്മ. രണ്ടുപേരും പരസ്പരം മയത്തിൽ പെരുമാറുകയും സ്നേഹിക്കുകയും ചെയ്യാനുള്ള ഒരു സൂറത്താണ് ഞാനിവിടെ പറയുന്നത്. പരസ്പരം മിണ്ടാനും സ്നേഹത്തിൽ പെരുമാറാനും വേണ്ടിയിട്ടുള്ളതാണ്. ഈ സൂറത്ത് പരിശുദ്ധ ഖുർആനിലെ വളരെ പ്രാധാന്യം നിറഞ്ഞ അഥവാ ദാമ്പത്യ വിഷയം തന്നെ പരിഹരിക്കാൻ കഴിവുള്ള ഒരു സൂറത്താണ്. ഇത് ഓതിയാൽ ഭാര്യ ഭർത്താവ് പരസ്പരം സ്നേഹം വർദ്ധിക്കും, പിണക്കം മാറിടും. സൂറത്തുൽ കൗസറാണ്. ചെറിയ സൂറത്തായത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഓതി തീർക്കാം. എല്ലാ ഫർള് നമസ്കാരത്തിന് ശേഷം 11 തവണ ഓതിയാൽ മതി. അതല്ല നിങ്ങൾക്കതിന് കഴിയില്ല എങ്കിൽ ഏതെങ്കിലും ഒരു ഫർള് നിസ്കാരത്തിന് ശേഷം 11 തവണ ഓതിയാൽ നിങ്ങൾക്കിതിൻ്റെ ഫലം കിട്ടും, ഉറപ്പാണ്. ഇങ്ങനെ ഇണങ്ങിയും പിണങ്ങിയും കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാരിടയിൽ മോശമായ കൂട്ടുകെട്ടുകളും ഉണ്ടായിരിക്കും. ഭാര്യയ്ക്ക് ആൺ സുഹൃത്തുണ്ടായിരിക്കും, ഭർത്താവിന് പെൺ സുഹൃത്തുമുണ്ടായിരിക്കും. മനുഷ്യരാണ്. അതുപോലെ എപ്പോഴും നന്നായിരിക്കണമെന്നില്ലല്ലോ. പലപ്പോഴും തെറ്റുകളും സംഭവിക്കും. അത് പരിഹരിച്ച് വരുമ്പോഴാണ് നമ്മൾ മനുഷ്യനായി മാറുന്നത്. ഇൻഷാ അല്ലാഹ് ദാമ്പത്യ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും വേദനകളും ബുദ്ധിമുട്ടുകളും മാറി ഇണയോട് നല്ല രീതിക്ക് പെരുമാറാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തിൽ പെരുമാറുവാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇനി ദാമ്പത്യ ജീവിതത്തിൽ ഒരു പ്രശ്നവുമില്ല എന്നാലും നിങ്ങൾ ഈ ഒരു സൂറത്ത് ഓതുക, ചൊല്ലുക. അള്ളാഹു കൂടുതൽ ദാമ്പത്യ ജീവിതം മനോഹരമാക്കും. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഈ സൂറത്തിലൂടെ പരിഹരിക്കട്ടെ. അസ്സലാമു അലൈക്കും.